എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 മാർച്ചിൽ ഇന്ത്യൻ സർക്കാർ പൗരത്വ ഭേദഗതി നിയമം CAA നടപ്പിലാക്കി പൗരത്വ നിയമം പാസാക്കിയ ആദ്യ വർഷം ഏതാണ്? 1955. 2024 മാർച്ചിലാണ് ഇന്ത്യൻ സർക്കാർ പൗരത്വ ഭേദഗതി നിയമം CAA നടപ്പിലാക്കിയത്. 1955 പൗരത്വ നിയമം ആദ്യമായി പാസാക്കിയത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ചരക്ക് തീവണ്ടി രുദ്രാസ്ത്ര. രുദ്രാസ്ത്ര എന്ന ചരക്ക് തീവണ്ടിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ചരക്ക് തീവണ്ടി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ നടത്തിയ പ്രാഥമിക കണ്ടെത്തൽ എന്തായിരുന്നു? സൾഫറിൻ്റെ സാന്നിധ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ നടത്തിയ പ്രാഥമിക കണ്ടെത്തൽ സൾഫറിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഏത് പുരാതന തുറമുഖമാണ് റോമാക്കാരും ഗ്രീക്കുകാരുമായുള്ള വ്യാപാരത്തിന് പേരുകേട്ടത്? മുസിരിസ്. ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസിരിസ് എന്ന പുരാതന തുറമുഖമാണ് റോമാക്കാരും ഗ്രീക്കുകാരുമായുള്ള വ്യാപാരത്തിന് പേരുകേട്ടത്. മലയാള സിനിമയിലെ ആദ്യത്തെ വനിതാ സംവിധായികയായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? വിജയ നിർമ്മല. മലയാള സിനിമയിലെ ആദ്യത്തെ വനിതാ സംവിധായികയായി കണക്കാക്കപ്പെടുന്നത് വിജയ നിർമ്മലയാണ്. ഇന്ത്യയിലെ ഡെവലപ്പർമാർക്ക് AI സാങ്കേതികവിദ്യയിൽ പരിശീലനം നൽകുന്നതിനായി AI ഒഡീസി എന്ന സംരംഭം ആരംഭിച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിലെ ഡെവലപ്പർമാർക്ക് AI സാങ്കേതികവിദ്യയിൽ പരിശീലനം നൽകുന്നതിനായി AI ഒഡീസി എന്ന സംരംഭം ആരംഭിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഗൂഗിൾ ഡീപ്പ് മൈൻഡും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടപ്പിലാക്കിയ സ്വയം ഭരണാധികാരമുള്ളതും ഉപയോക്തൃ നിയന്ത്രണത്തിലുള്ളതുമായ ജോലികൾ ചെയ്യാൻ കഴിവുള്ളതുമായ ഹ്യൂമനോയിഡ് റോബോട്ട് അലോഹ. ഗൂഗിൾ ഡീപ്പ് മൈൻഡും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടപ്പിലാക്കിയ സ്വയം ഭരണാധികാരമുള്ളതും ഉപഭോക്തൃ നിയന്ത്രണത്തിലുള്ളതുമായ ജോലികൾ ചെയ്യാൻ കഴിവുള്ളതുമായ ഹ്യൂമനോയിഡ് റോബോട്ടാണ് അലോഹ. ബുർജ് ഖലീഫയ്ക്ക് സമാനമായി മഹാരാഷ്ട്രയിലെ ഏത് സാംസ്കാരിക കേന്ദ്രമാണ് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ നിർദ്ദേശിച്ചത്? ഗിൽബർട്ട് ഹിൽ. മുംബൈയിലെ ഗിൽബർട്ട് ഹിൽ. ബുർജ് ഖലീഫയ്ക്ക് സമാനമായി മഹാരാഷ്ട്രയിലെ സാംസ്കാരിക കേന്ദ്രമായ ഗിൽബർട്ട് ഹിലിനെയാണ് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ നിർദ്ദേശിച്ചത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ ശില്പങ്ങൾ ഏത് ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപത്തെയാണ് ചിത്രീകരിക്കുന്നത്? ഒഡീസി. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ ശില്പങ്ങൾ ഒഡീസി എന്ന ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഫിറമോൺ. ഫിറമോണാണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൺ. ടങ്സ്റ്റനാണ് വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. 3:2 ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹം. സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതി അഥവാ പരിസ്ഥിതി നികുതി. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947.
1947 പാലിയം സത്യാഗ്രഹം നടന്നത്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. വേർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് വേർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ചിന്നാർ വനപ്രദേശമാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. കേരളത്തിലെ കൊല്ലം ജില്ലയാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയാണ് കേരളത്തിൽ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളത്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. നർത്തകി നടരാജാണ് പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡിലെ ചീമേനിയിലായിരുന്നു തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കോശാംഗം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേരാണ് ആംബ്ലിയോപ്പിയ. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. CuSO4. കുപ്രിക് സൾഫേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്ന കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. കടലിൽ
എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്, പാക് സ്ട്രേറ്റ്. ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. ഏറ്റവും കൂടുതൽ മാംസ്യം, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. റഷ്യയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച പവർ സ്റ്റേഷനാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. തലാമസ് ആണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നതായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമുവാണ് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേലാണ് പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക. സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്. ലാബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് പൈറക്സ് ഗ്ലാസ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലമായിരുന്നു പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണ്യവിള. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനയാണ് മോക്ഷപ്രദീപം. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ നടന്ന മതപാർലമെൻറ്റിൽ പങ്കെടുത്ത വർഷം 1893. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ നടന്ന മതപാർലമെൻറ്റിൽ പങ്കെടുത്തത് 1893 കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയം വാതകമാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പാക്കിയ ജില്ല കൊല്ലം. 1953 കൊല്ലത്തെ നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പിലാക്കിയത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ്
ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. 1878 വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലോർഡ് ലിട്ടൺ. ലിട്ടൺ പ്രഭുവായിരുന്നു 1878 വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നായിരുന്നു? 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. സമുദ്ര സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8. ജൂൺ 8 ലോക സമുദ്ര ദിനം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നതാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല? മലപ്പുറം. മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്. 1921 കേരളത്തിലെ വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ശിവാനന്ദ പരമഹംസർ. സ്വാമി ശിവാനന്ദ പരമഹംസറായിരുന്നു 1921 കേരളത്തിലെ വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇരുവഞ്ഞിപ്പുഴ ഏതു നദിയുടെ പ്രധാന പോഷക നദിയാണ്? ചാലിയാർ. ചാലിയാർ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 1959 രാജസ്ഥാനിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ക്ഷയരോഗത്തിനുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഡോട്ട്സ്. ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം? മെലാനിൻ. മെലാനിനാണ് ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി? BN റാവു. BN റാവു ആയിരുന്നു ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും
അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയായിരുന്നു. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. ഫ്ലോറ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്നായിരുന്നു? 1984 മെയ് 24. 1984 മെയ് 24 കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത. ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? അറ്റ്ലാന്റിക്, പസഫിക്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. പൂനെ സർവകലാശാലയുടെ ഇപ്പോഴത്തെ പേര് സാവിത്രിബായി ഫൂലെ പൂനെ സർവകലാശാല. പൂനെ സർവകലാശാലയുടെ ഇപ്പോഴത്തെ പേരാണ് സാവിത്രിബായി ഫൂലെ പൂനെ സർവകലാശാല. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.